ഹായ്, അറഫാത്ത് മാരിയാടാണ്. സ്വസ്തി വെൽനസ് സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ലിമ്മിങ് പ്രാക്ടീസസ് ഇൻ യോഗയിലെ സ്ലിമ്മിങ് പ്രാക്ടീസസ് 8 തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ പൊണ്ണത്തടിയും എത്ര വലിയ കുടവയറും കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. 8 ഐറ്റമാണ് നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് കുറച്ച് നിങ്ങളെ സ്ലിം ബ്യൂട്ടിയാക്കി നിലനിർത്തുന്ന 8 യോഗയിലെ സ്ലിമ്മിങ് പ്രാക്ടീസാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളൊരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യരുത്. ഈ എക്സസൈസ് എന്നല്ല ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തേത് ക്രോസ് ലെഗ് റൈസിങ് ചെയ്യുന്ന രീതി കാണിക്കാം. 20 പ്രാവശ്യമാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 20 പറ്റൂല എന്നുണ്ടെങ്കിൽ 10-12 കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ ക്രോസ് ലെഗ് റൈസിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സാധാരണ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സ്ലിമ്മിങ് പ്രാക്ടീസസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ രീതിയിലുള്ള വാമിങ് എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ശേഷമാണ് നമ്മൾ ഈ 8 ചെയ്യേണ്ടത്. അപ്പോൾ 8 ഒന്നാമത്തത് ക്രോസ് ലെഗ് റൈസിങ്. കൈ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുക, എന്നിട്ട് ക്രോസ് ലെഗ് റൈസിങ് ഓപ്പോസിറ്റ് ഭാഗത്തെ കാല് 1 2 ഇങ്ങനെ എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക 20 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്നും അത്ര ഹൈറ്റിൽ എത്തിയിട്ടില്ലെങ്കിൽ എത്ര ഹൈറ്റിലാണ് എത്തുന്നത് അത്ര വെച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ 20 എണ്ണം. രണ്ടാമത്തേതാണ് റോക്ക് സിറ്റിംഗ് അഥവാ ഒരു സാങ്കല്പിക പാറയിൽ ഇരിക്കുക. കാണിക്കാം. നമ്മൾ ഇതുപോലെ കിടക്കുക, ശേഷം കാല് പൊക്കി കണങ്കാല് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലോട്ടൊന്ന് റോൾ ചെയ്ത് മുമ്പിലോട്ട് വന്ന് ഇതുപോലെ പൊങ്ങിയിരിക്കുക. തുടക്കക്കാരെ സംബന്ധിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കൂല എന്നറിയാം. എത്രത്തോളം നിങ്ങൾക്ക് റോൾ ചെയ്ത് വരാൻ പറ്റുമോ അത്രത്തോളം റോൾ ചെയ്യുക. എന്നിട്ട് 20 പ്രാവശ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യുന്ന രീതി കണ്ടോന്നൂടെ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഇതുപോലെ വന്ന് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ റോൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ വിഷമിച്ചിട്ട് എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് സൈഡ് റോളിങ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് റോക്ക് സിറ്റിംഗ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ചെയ്തത് നമ്മുടെ അടിവയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇനി സൈഡ് റോളിംഗ് ആണ് ചെയ്യുന്നത്. ശരിക്കും കണ്ടോ, ഇത് നമ്മുടെ സൈഡിലെ വശങ്ങളിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കിടക്കുക, ഇതുപോലെ കണങ്കാല് പിടിക്കുക, തല പൊക്കി പിടിക്കണം, ബോഡി പൊക്കി പിടിക്കണം, എന്നിട്ട് സൈഡ് റോളിങ്. ഇങ്ങനെ 20 പ്രാവശ്യമെങ്കിലും നിങ്ങൾ റോൾ ചെയ്യുക. നാലാമത്തത് നമ്മുടെ കാലിലെ തൊടയിലെ അമിത ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി, അമിത കൊഴുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഐറ്റം കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുക. നേരെ കിടക്കുക, കാലിങ്ങനെ കൊണ്ടുവന്നിട്ട് കാലിന് അടി ലോക്ക് ചെയ്യുക, എന്നിട്ട് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുക. ഇത് തുടക്കക്കാർക്ക് സാധിക്കൂലെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് മുട്ടിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് ശരിയായി വരുമ്പോൾ കാലിൻ്റെ അടി തന്നെ ലോക്ക് ചെയ്യുക. എന്നിട്ട് നീണ്ട കാൽ കൊണ്ട്, താഴെ കിടക്കുന്ന നീണ്ട കാൽ കൊണ്ട് 10 വൃത്തം വരയ്ക്കുക. ഏറ്റവും വലിയ 10 വൃത്തം. 10 ആയാൽ ഒരു ഭാഗത്തേക്ക് വരച്ചാൽ മറുഭാഗത്തേക്ക് റിവേഴ്സ് വരയ്ക്കുക 10. അങ്ങനെ ക്ലോക്ക് വൈസ് 10, ആൻറ്റി ക്ലോക്ക് വൈസ് 10. 2 ഭാഗത്തേക്കും 10 ആയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേ കാല് അതുപോലെ ചെയ്യുക. ഓക്കെ, ക്ലോക്ക് വൈസ് 10 ആയാൽ ആൻറ്റി ക്ലോക്ക് വൈസ് 10 ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ബോഡിയിൽ ഫുൾ എക്സസ് ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മൊത്തം ബോഡിയിലുള്ള എക്സസ് ഫാറ്റിനെ, അനാവശ്യ കൊഴുപ്പുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ശരിക്കും കണ്ടോ, നമ്മളിതുപോലെ കിടന്നിട്ട് കൈ ബാക്കിലേക്ക് നീട്ടി പിടിക്കുക, കാല് മുമ്പിലേക്ക് പിടിക്കുക, നീട്ടി പിടിക്കുക, കാലിനെ ചേർത്ത് സ്ട്രൈക്കിൽ കിടന്നിട്ട് നേരെ പോയി ഇങ്ങോട്ട്, അതുപോലെ തന്നെ റിട്ടേൺ ഇങ്ങോട്ടും. ഇതിങ്ങനെ 1 2 ഈ രൂപത്തിൽ നമ്മൾ ഒരു 20 പ്രാവശ്യമെങ്കിലും ചെയ്യുക. തുടക്കക്കാർക്ക് ഇത്രയും വരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എത്രയാണോ വരാൻ പറ്റുന്നത് അത്ര ചെയ്യുക. അത്രയും നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കൊഴുപ്പ് നിങ്ങൾക്ക് മാറി നീങ്ങി പോയി നിങ്ങൾക്ക് അവസാനം ഫുൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറും. ആ സമയത്തുമ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിലൊക്കെ ഒരുപാട് കൊഴുപ്പൊക്കെ പോയി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 5 ഐറ്റം നമ്മൾ കാണിച്ചു. 6ാമത്തെ ഐറ്റമാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളിതുപോലെ കമിഴ്ന്ന് കിടക്കുക, ശേഷം കണങ്കാല് ഇതുപോലെ പിടിക്കുക, മുകളിലേക്ക് നോക്കുക, ബോഡി പൊക്കണം, എന്നിട്ട് കാലും ഇതുപോലെ വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് സമയം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് സമയം കേട്ടോ.
നിങ്ങൾക്ക് തുടക്ക കാലഘട്ടത്തിലൊന്നും 2 മിനിറ്റൊന്നും ആടാൻ കഴിയില്ല. എത്രയാണോ സാധിക്കുന്നത് അത്ര ചെയ്യുക. പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. നമ്മുടെ കൊഴുപ്പ് പാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ആദ്യം ചെയ്ത റോക്ക് സിറ്റിംഗ് ചെയ്യുമ്പോൾ തൂങ്ങി കിടക്കുന്ന കൊഴുപ്പൊക്കെ പോകും. എന്നാലും കൊഴുപ്പ് പാളികളുണ്ടാവും. അതിനെ കൂടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം കണ്ടോ. 7ാമത്തെ ഐറ്റം അഥവാ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ ഇരുന്നിട്ട് ഏറ്റവും മുമ്പിലേക്ക് കൈവച്ച് ഏറ്റവും ബാക്കിലേക്ക് അമർന്നിരിക്കാൻ നോക്കുക. ഏറ്റവും ബാക്കിലേക്ക് അമരുക. എന്നിട്ട് ഇതാ ഇങ്ങനെ മൂവായി ഇങ്ങനെ പൊങ്ങി വരിക. ദെൻ വീണ്ടും പൊങ്ങി വരിക, പൊങ്ങി വരിക, ബാക്കോട്ട് വരിക, പൊങ്ങി വരിക. ഇത് ഒരു 20 പ്രാവശ്യവും ചെയ്യാം. ഇനിയാണ് ഏറ്റവും അവസാനത്തെ ഐറ്റം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതുപോലെ കിടക്കുക, കാലൊക്കെ ചേർത്ത് കൈയൊക്കെ മുമ്പിലേക്ക് നീട്ടി വേണം കിടക്കാൻ. കൈ ഇതുപോലെ പിടിക്കുക, കൂർപ്പിച്ചിട്ട് തോണി പോലെ, തോണിയുടെ അറ്റം പോലെ പിടിക്കുക. നൗക പോസ് എന്ന് അതിന് പറയുക, ബോട്ട് പോസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് കാലും കൈയും ഒരു തോണിയെ പോലെ ഒരുമിച്ച്, ബോഡിയും എല്ലാം ഒരുമിച്ച് 1 2 3 ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യുക. ശേഷം നിങ്ങൾ കാലത്ത് കുറച്ച് വൈഡ് വെച്ച് ഇതുപോലെ കൈത്തണ്ടയിൽ തല വെച്ച് വിശ്രമിക്കാം. ഒരു 2 മിനിറ്റ് നേരം വിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് പതിയെ എണീറ്റ് വന്നിരിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ 8 സ്ലിമ്മിങ് പ്രാക്ടീസസ് ചെയ്യുന്ന രീതി. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ഒരു സ്ലിമ്മിങ് പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറക്കാനും കുടവയർ കുറക്കാനും പറ്റും. നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസിന്, ഹാർട്ടിനോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റൊമക്കിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ലേഡീസ് മെൻസസ് സമയത്ത് ചെയ്യാതിരിക്കുക, ഗർഭിണികൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത്. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഓവർ വെയ്റ്റ് കുറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും നല്ല നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും സ്വസ്തി വെൽനസ് സെൻറ്ററിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.